Hi guys, this is Riaz. You are watching Riaz Tech World YouTube channel. അപ്പോൾ ഇന്ന് നമുക്ക് Vivo y93 സ്ക്രീൻ റീപ്ലേസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിസ്റ്റോറേഷൻ എങ്ങനെ ഡിസ്പ്ലേ നമുക്ക് റിമൂവ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. എപ്പോഴും നമുക്ക് ഡിസ്പ്ലേ മാറാൻ വരുമ്പോഴും നമ്മൾ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ പലരും എൻ്റെ അടുത്ത് ഡൗട്ട് വിളിച്ച് ചോദിക്കാറുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ സെപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് 3 മിനിറ്റിൽ എങ്ങനെ ഡിസ്പ്ലേ അഴിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വർക്ക് സ്റ്റേഷനിലേക്ക് പോകാം. ഓക്കെ. വളരെ സാവധാനത്തിൽ എടുത്താൽ മതി കേട്ടോ. അതായത് സ്ലോലി ഓപ്പൺ ദിസ് ബാക്ക് പാനൽ ബിക്കോസ് ഇറ്റ്സ് ഹാവ് ഫിംഗർ സെൻസർ ബാക്ക് സൈഡ്. സാവധാനത്തിൽ അഴിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഫിംഗർ സെൻസർ ബാക്ക് പാനലുണ്ട്. അത് ഡാമേജ് വരാത്ത രീതിയിൽ വേണം അഴിക്കാൻ. ഇത് കണ്ടോ, ഇതാണ് ഫിംഗർ സെൻസർ. ഇത് ഡാമേജ് വരാത്ത രീതി പെട്ടെന്ന് അഴിച്ചു കഴിഞ്ഞാൽ ഇത് കട്ടായി പോകും. സോ ഓപ്പൺ ദിസ് ബാക്ക് പാനൽ സേഫ്ലി. and remove battery safely. സമാധാനത്തിൽ പതുക്കെ ബാറ്ററി എടുത്താൽ മതി. ഇനി നമുക്ക് സ്ക്രീൻ സെപ്പറേറ്റർ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ അടിക്കുന്നതെന്ന് നോക്കണം. കണ്ടോ, ഫുള്ള് പൊട്ടിയിരിക്കുക. ഇപ്പോൾ നമ്മൾ സ്ക്രീൻ സെപ്പറേറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു 99 ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മൊബൈൽ വെച്ച് കൊടുക്കാം അതിൻ്റെ ടോപ്പിൽ. അപ്പോൾ 120 ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. 120 സെറ്റിംഗ് ആണ്. സെറ്റാണ്. അപ്പോൾ 95 ആയിട്ടുണ്ട്. നമ്മൾ 95, 96 ആയി, 97, 98, 99. ഇപ്പം നമ്മൾ മൊബൈൽ വെക്കാൻ പോകും. ഇപ്പം നമ്മൾ മൊബൈൽ വെച്ച് ഇടയ്ക്കൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുക. പ്രസ് അപ്സൈഡ് ദിസ് വൺ. അപ്പ് സൈഡിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ഹീറ്റ് അടിച്ചിട്ട് ഗം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 120 എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഏകദേശം നമ്മുടെ ഡിസ്പ്ലേ ചൂടായിട്ടുണ്ട്. ഇനി ഫ്രെയിമിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേ റിലീസ് ചെയ്യാം. അത്യാവശ്യം നല്ല ഹീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഇളക്കാൻ പറ്റും. വർക്കിംഗ് ആയാലും വർക്കിംഗ് അല്ലാത്തതായാലും നമുക്ക് ഇത്രയേ ഉള്ളൂ കാര്യം. 120 ഡിഗ്രിയിൽ 3 മിനിറ്റ് വേണ്ടി വരത്തില്ല. കാരണം നമ്മൾ 99 ആയപ്പോഴാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ഇളക്കാൻ പറ്റി. ഡിസ്പ്ലേ ചെതറിയിരിക്കുന്നതുകൊണ്ട് ശ്രദ്ധിക്കണം. ചൂട് ആയതുകൊണ്ട് തന്നെ ഗ്ലാസ് ക്രിസ്റ്റൽസ് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്തു. ആ വിഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്.
ഇതിനകത്ത് ചെറിയ ചെറിയ തരികൾ ഇരിപ്പുണ്ട്, അത് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്തിട്ടേ നമുക്ക് ഗം റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗമ്മ് പീൽ ചെയ്യണം. ഗമ്മ് പീൽ ചെയ്യാൻ ഈ മെഷീൻ ഉള്ളവർ ഇത് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്ന് വെച്ചാൽ പെട്ടെന്ന് റിമൂവ് ചെയ്ത് കിട്ടും. അല്ലാത്തവരാണെങ്കിൽ ട്യൂസർ വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും. ടൈം ലാപ്സ് ചെയ്യാനില്ലാത്തവർക്ക് ഇതാണ് ബെറ്റർ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ട്യൂസർ യൂസ് ചെയ്യേണ്ടി വരും. ചെറിയ ചെറിയ ഇത് വരാത്തതൊക്കെ ഉണ്ടാവും. രണ്ടാമത് ഒട്ടിച്ച ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് വൈറ്റ് ഗം. ഫ്രെയിമിനകത്ത് ചാനലുണ്ട്. ഈ ചാനലിൽ കൂടി ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിച്ചാൽ മതി. ഗമ്മ് കണ്ടില്ലേ, ഗമ്മ് വീണോളൂ. ഇതൊക്കെ ഗമ്മ് പീൽ ചെയ്യുന്ന എളുപ്പ വഴികളാണ്. നമ്മൾ ബാറ്ററി എടുക്കുമ്പം ബെൻഡായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈൻ പ്രതലത്തിൽ വെച്ചിട്ട്, നിരപ്പായ ഒരു സർഫസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് അത് ചുളിവ് മാറി കിട്ടും. നിങ്ങൾ എപ്പോഴും കോംബോ റീപ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ കോംബോകൾ ഫ്രെയിമിനകത്ത് ഗം ഇടാനുള്ള സ്പേസ് കാണത്തില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിസ്പ്ലേയിൽ നമ്മൾ കോംബോയിൽ ഗം ഇട്ടിട്ട് ഫിക്സ് ചെയ്യുക. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ചാർജ് കയറുന്നുണ്ട്, 3% ആയിട്ടേ ഉള്ളൂ. എന്തായാലും നമുക്ക് കോംബോയെ പൊട്ടിച്ച് ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ചാർജിങ്ങിന് ഇടാം. നമ്മൾ ഡിസ്പ്ലേ പുതിയത് ഗമ്മിടണം. അപ്പോൾ ഗമ്മിടാൻ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഇത് വരുമ്പോഴത്തേക്ക് ചെക്ക് ചെയ്തതിന് ശേഷം ഈ വാറണ്ടി സ്റ്റിക്കർ പൊളിഞ്ഞു പോവാത്ത രീതിയിൽ ചെക്ക് ചെയ്തിട്ടേ എടുക്കാവൂ. ഓക്കെ, അതുപോലെ ഗം ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെൻസർ ഈ പോർഷൻ ഇടരുത്, ഇവിടെ ഇടരുത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചെയ്യാനേ കൊണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഷാൻലിഡ ഗമ്മാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാമേ. ഒരു ഗ്യാപ്പ് പോലും വരാത്ത രീതിയിൽ വേണം ഗമ്മ് പിടിപ്പിക്കാൻ. നല്ല ഗമ്മാണെങ്കിൽ കുറച്ചിട്ടാൽ മതിയാവും. കാരണം സ്പേസ് ഇല്ലാത്ത ഏരിയ ആണെങ്കിൽ അതിനനുസരിച്ച് വേണം ഇടാൻ. ഇതുണ്ടോ, അവിടെ സെൻസറിൻ്റെ ഏരിയ ആണ്, അതുകൊണ്ട് അവിടെ ഇടരുത്.
ഓക്കെ. പിന്നെ ആദ്യമായിട്ടൊക്കെ മാറുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഫ്രെയിമിനകത്ത് ഗമ്മിട്ട് യൂസ് ചെയ്ത ആളുകളുണ്ടല്ലോ, അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വരും. കാരണം ഇതെങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. ഒന്നുമില്ല, സിമ്പിളാണ്. സെൻസറിൻ്റെ ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഗമ്മിട്ടോ, കുഴപ്പമില്ല. ഇതുകൊണ്ട് പക്ക പെർഫെക്റ്റ് ആയിരിക്കും. പെർഫെക്റ്റ്, അതായത് ഗമ്മ്, ചില ആളുകൾ ഗമ്മ് ചെയ്ത് കഴിഞ്ഞാൽ വെളിയിലോട്ട് തൂക്കിയിട്ട് പ്രശ്നം വരും. ഇനി അടുത്ത് നമുക്ക് ഈ കണക്ടർ എങ്ങനെ ഇടുന്നതെന്ന്, അതായത് ട്യൂസർ വെച്ചിട്ട് നൈസായിട്ട് നമുക്ക് ഇടാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെയാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിംഗർ സെൻസർ ഒരു കാരണവശാലും ബ്രേക്ക് ആവരുത്. ഓക്കെ.